ഇപ്പോഴത്തെ ലോകത്തിന്റെ നാശങ്ങൾക്ക് കാരണമായ രണ്ടു പേരിൽ ഒരാളാണല്ലോ ട്രംപ്. ട്രംപും നമ്മുടെ വത്തിക്കാൻ രാജ്യത്തിന്റെ, അതായത് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ രാജ്യത്തിന്റെ പരമോന്നത നേതാവാണ് മാർപ്പാപ്പ ലയോ മാർപ്പാപ്പ 4 അതാണ് അദ്ദേഹത്തിന്റെ പേര്. ട്രംപും മാർപ്പാപ്പയും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയും വലിയ പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പയാണെങ്കിൽ ലോക സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാനെതിരെയും അതുപോലെ തന്നെ ഗസക്കെതിരെയൊക്കെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടന്ന യുദ്ധങ്ങൾക്ക് എതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്നും ലോകത്ത് സമാധാനം വേണമെന്നൊക്കെ പറഞ്ഞ് കുറെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ട്രംപിന്റെ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ടാണ് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നത് എന്നുകൂടി മാർപ്പാപ്പ പറഞ്ഞിരുന്നു. എന്നാൽ അതിനൊരു മറുപടിയായിട്ട് ഇന്നലെ രാത്രിയാണ് ട്രംപ് മാർപ്പാപ്പയെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നത്. അതായത്, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് മാർപ്പാപ്പയായി നിങ്ങൾ വത്തിക്കാനിൽ ഇരിക്കുന്നതെന്നും അടങ്ങി ഒതുങ്ങി മതത്തിന്റെ കാര്യം മാത്രം നോക്കി നിങ്ങൾ ജീവിക്കൂ എന്നും ഒരു വാണിംഗ് കൂടി കൊടുത്തിരിക്കുകയായിരുന്നു ഇന്നലെ. എന്നാൽ അതിന് തഗ് മറുപടിയുമായി ഇന്ന് മാർപ്പാപ്പ ലൈവിൽ തന്നെ വന്നിരിക്കുകയാണ്. മാർപ്പാപ്പ ട്രംപിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞ കാര്യവും അദ്ദേഹം പുറത്തു പറഞ്ഞ കാര്യം രണ്ടും ഞാൻ പറയാം കേട്ടോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. എടോ ട്രംപേ, താൻ ഇന്നലെ യേശുവായിട്ടൊക്കെ AI ഫോട്ടോ ചിത്രീകരിച്ച് തങ്ങളുടെ സോഷ്യൽ അക്കൗണ്ടിലൊക്കെ ഇട്ടായിരുന്നല്ലോ. അത് തന്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. താൻ ഇപ്പോഴത്തെ യേശു ആണെന്നുള്ള കാര്യം തന്നെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അതിന്റെ അഹങ്കാരം കാണിച്ച്, അമേരിക്കൻ പ്രസിഡന്റ് എന്ന അഹങ്കാരം കാണിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ ഇങ്ങനെ കയറി ആക്രമിക്കാതെ ഇയാളെ പണി നോക്ക്. പിന്നെ താൻ പറഞ്ഞല്ലോ, ഇയാൾ വൈറ്റ് ഹൗസിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ വത്തിക്കാനിലെ മാർപ്പാപ്പയായതെന്ന്. ഒരു പുല്ലുമില്ല. ഞാൻ ലോകത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നത്. അല്ലാതെ ഇയാൾ ഉണ്ടാക്കിയിട്ടല്ല ഞാനിവിടെ വന്നത്. എനിക്ക് താനൊന്ന് അമേരിക്ക അന്വേഷിച്ചാൽ മതി, ഞാൻ ഈ കുപ്പായ ഇടുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു എന്ന്. എന്നിട്ട് എന്നോട് സംസാരിക്കാൻ വന്നാൽ മതി കേട്ടാ. ഞാൻ ഇനിയും ഊന്നി പറയുന്നു, നീയും നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ നെതന്യാഹു, അവനും കൂടി പാവപ്പെട്ട രാജ്യങ്ങളായ ഇറാനെയും അതുപോലെ തന്നെ മറ്റേ ഗസയൊക്കെ ആക്രമിക്കുന്നത് ശരിയല്ല. ഇനിയും ഊന്നി പറയും. എന്താണെന്നറിയോ, ലോക സമാധാനത്തിന് നാശമായിട്ടാണ് നീയൊക്കെ വന്നേക്കുന്നത്. നിന്റെയൊക്കെ ഒടുക്കം കണ്ടേ ഈ ലോകം നന്നാവും. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് മാർപ്പാപ്പയുടെ മനസ്സിൽ ഇങ്ങനെ പറയാനായിട്ട് വെച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം ഒരു സമാധാന പ്രിയനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം അദ്ദേഹത്തിന്റെ ഭാഷയിൽ. ഇനി ഞാൻ പറയാം. അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ട്രംപേ, താങ്കൾ പറഞ്ഞ പ്രസ്താവനയ്ക്കുള്ള മറുപടി ഇതാണ്. ഞാൻ മാർപ്പാപ്പയായത് താങ്കൾ അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല. അത് ലോകം അംഗീകരിച്ച് എനിക്ക് അതിന് അർഹതയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കസേരയിൽ ഇരുന്ന് ലോക സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അത് താങ്കളുടെ ഔദാര്യമാണെന്ന് പറഞ്ഞത് തെറ്റാണ്. താങ്കൾ അത് പിൻവലിക്കണം. രണ്ടാമത്തെ കാര്യം, ഇനിയും ഞാൻ പറയുന്നു, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. താങ്കൾ ഞങ്ങളെ ഭയപ്പെടുത്തരുത്. ട്രംപിനെ ഞങ്ങൾക്ക് ഭയമില്ല. ലോക സമാധാനത്തിന് വേണ്ടി, യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ താങ്കളെ ഞങ്ങൾക്ക് ഭയമില്ല. യുദ്ധം ഒന്നിന്റെയും പരിഹാരമല്ല. സ്നേഹത്തിന്റെ മതങ്ങളുടെ ലോകത്ത് ഡ്രോണോ ആയുധങ്ങളോ മിസൈൽസോ ഒന്നും തന്നെയില്ല. അവിടെ സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും യുദ്ധമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇതാണ് മാർപ്പാപ്പ പ്രസംഗിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞത് മാർപ്പാപ്പയുടെ മനസ്സിലുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ട്രംപിന് നല്ലൊരു പണി തന്നെയാണ് മാർപ്പാപ്പ മിതഭാഷയിൽ മറ്റൊരു ഭാഷയിൽ കൂടി പറഞ്ഞു വെക്കുന്നത്. ഈ ട്രംപിനെ കുറിച്ച് നമുക്കറിയാം എന്താണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു വട്ടനാണെന്ന് എല്ലാവരും പറയും. അമേരിക്കക്കാരും അയാളുടെ കുടുംബക്കാരും ഒക്കെ പറയുന്നത് ഭ്രാന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഭ്രാന്തനായ പ്രസിഡന്റിനെ ലോകം സഹിക്കേണ്ടി വരുന്ന, ചുമക്കേണ്ടി വരുന്ന, ഭയപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നാളെയുടെ ലോകത്തിൽ, അതായത് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് ഇവിടെ ഹിസ്റ്ററി പഠിക്കുമല്ലോ കുട്ടികൾ. പണ്ട് നടന്ന ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ വിപ്ലവവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ഇപ്പോഴത്തെ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന പോലെ ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളും കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ പഠിക്കും ഹിസ്റ്ററിയിൽ. അപ്പോ ഹിസ്റ്ററിയുടെ പാഠഭാഗത്തില് ആദ്യത്തെ ഒരു കാര്യം എഴുതി വെക്കും, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഭ്രാന്തനായിരുന്നു, അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ ഇന്ന് നമ്മൾ ഈ അന്നുള്ള കാലഘട്ടത്തിൽ പ്രശ്നങ്ങളായിരുന്നു എന്ന് അന്ന് എഴുതി വെക്കും.
അല്ലെ? അന്നും ഉണ്ടാവും തീർച്ചയായും. അതിന്റെയൊക്കെ കാഴ്ചകൾ നമ്മളൊക്കെ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും മാർപ്പാപ്പ പറഞ്ഞ പോലെ തന്നെ ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ. ഇസ്രായേലും അമേരിക്കയും രണ്ട് പ്രസിഡന്റുമാർ, നെതന്യാഹുവും ട്രംപും ആണല്ലോ ഈ ലോകനാശത്തിന്റെയൊക്കെ കാരണം. അവരുടെയൊക്കെ പ്രവർത്തനം ഇല്ലാതായി ഈ ലോകം നന്നാവട്ടെ എന്ന് മാർപ്പാപ്പയെ പോലെ നമുക്കും ആഗ്രഹിക്കാം.